നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. അപ്പോൾ ഈ കലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കലി. ഇപ്പോൾ നോക്കൂ, 5000 വർഷം മുമ്പ് നമ്മുടെ അർജുനൻ്റെ പൗത്രൻ, അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്ത്, അദ്ദേഹമായിരുന്നു രാജാവ്. അപ്പോൾ അദ്ദേഹം ഒരിക്കലും നടന്നു പോകുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? കലിപുരുഷൻ 3 കാല് ഒടിഞ്ഞ ഒരു കാളയുടെ 4ാമത്തെ കാലും തല്ലി ഒടിക്കാൻ നോക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവൻ പക്ക ഈവിളാണ്, എക്സ്ട്രീം ഈവിൾ. കാളയുടെ 3 കാല് ഒടിഞ്ഞിരിക്കണേ, അതിൻ്റെ 4ാമത്തെ കാല് ഒടിക്കാൻ നോക്കണം. അപ്പോൾ പരീക്ഷിത്ത് തമ്പുരാൻ ഇടപെടും, കലിയുമായിട്ട് യുദ്ധമാകും. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള പരീക്ഷിത്ത് തമ്പുരാനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ പരീക്ഷിത്ത് തമ്പുരാൻ തന്നെ ജയിക്കും. പക്ഷെ കലി എന്ന് പറഞ്ഞാൽ കൗശലക്കാരനാണ്. കലി പറയും, ഇത് കലിയുഗമാണ്, ഞാനാണ് ഈ യുഗത്തിൻ്റെ രാജാവ്, അതുകൊണ്ട് നിങ്ങളെനിക്ക് അനുഗ്രഹം നൽകുക എന്ന് പറയും, വരം നൽകാൻ പറയും. അപ്പോൾ പരീക്ഷിത്ത് തമ്പുരാൻ വരം കൊടുക്കണേ. ഒരു വരം എന്താണെന്നറിയും? സ്വർണത്തിൽ കലിക്ക് കൺട്രോൾ. അതായത് സ്വർണം ആരെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കലിബാധ ഉണ്ടാവും. അപ്പോൾ രാജാവ് കിരീടം ധരിക്കുമല്ലോ, കിരീടം സ്വർണത്തിൻ്റെ ഉണ്ടോ, അപ്പോൾ രാജാവിന് കലിബാധ ഉണ്ടാവും. കലിബാധ ഉണ്ടായതിന് ശേഷം പരീക്ഷിത്ത് തമ്പുരാൻ ചെയ്തതെല്ലാം തെറ്റാണ്. കലിബാധ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ കലിയുടെ ഒരു കഥ നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കലിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. പിന്നെ കലിയെ കാണണമെങ്കിൽ അവിടെ നിന്ന് 1500 വർഷം കഴിഞ്ഞു മോസസിൻ്റെ മുമ്പിൽ വരുന്ന യഹോവ എന്ന് പറയുന്ന പുതിയ പേരിലാണ് കലി പ്രത്യക്ഷപ്പെടുന്നത്. മോസസിനെ കൊണ്ട് ഈ ബൈബിളിൻ്റെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ എഴുതിച്ചു. അതിനുശേഷം പ്രവാചകന്മാർ വന്നു തുടങ്ങി, ഒരുപാട് പ്രവാചകന്മാർ. അപ്പോൾ അങ്ങനെ ഈ യഹൂദരെന്ന് പറയുന്ന മനുഷ്യരെ മൊത്തം കലിബാധയായി. അങ്ങനെ അവിടെ ഒരു മതം ഉണ്ടായി, യഹൂദ മതം എന്ന് പറഞ്ഞാൽ. ഒരു മതം എന്ന് പറയുമ്പോൾ അതിനൊരു സ്ക്രിപ്ചർ വേണമല്ലോ, ഒരു മതഗ്രന്ഥം വേണമല്ലോ. ഇപ്പോൾ സനാതനധർമ്മത്തിന് വേദങ്ങളില്ലേ, അതുപോലെ ബൈബിൾ, ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ഈ മോസസിൻ്റെ 5 പുസ്തകങ്ങളും പിന്നെ പ്രവാചകന്മാരുടെ പുസ്തകം, മൊത്തത്തിൽ 39 പുസ്തകം. അങ്ങനെ അത് വിശ്വസിച്ച് അതിൽ പറയുന്ന നിയമങ്ങളും കസ്റ്റംസും എല്ലാ ആചാരങ്ങളും ഒക്കെ അതിൽ പറയുന്ന പ്രകാരം. ഉദാഹരണത്തിന് പാപപരിഹാര ബലിയുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്ത്രീനെ ബലാത്സംഗം ചെയ്യുകയും അല്ലെങ്കിൽ ഒരാളെ തല്ലി കൊല്ലുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് പാപപരിഹാര ബലിയുണ്ട്. എന്താണ് ബലി? നിങ്ങൾ 2 ചങ്ങാലിപ്രാവുകളെ കൊന്നിട്ട് അതിനിപ്പോൾ എന്താ പറയുക, സ്റ്റീക്ക് എന്ന് പറയില്ലേ, അതായത് നമ്മൾ ഈ ഇറച്ചി പൊരിച്ചെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതേപോലെ ഈ ബലിപീഠത്തിന് മുമ്പിൽ വെക്കണം, യഹോവയുടെ മുമ്പിൽ. സിനഗോഗിൽ ചെയ്യേണ്ട കാര്യമാണ്. എന്നിട്ട് ഇത് കത്തിക്കണം. കത്തിക്കുമ്പോൾ ഇതിൻ്റെ ഈ ചത്ത് ചീഞ്ഞ ഈ സാധനത്തിൻ്റെ മണം ഉണ്ടല്ലോ, ആ മണം യഹോവയുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറുമ്പോൾ പാപപരിഹാരം, യുവർ സിൻസ് ആർ ഫോർഗിവൻ. എന്ത് നല്ല ദൈവം. അപ്പോൾ ഇങ്ങനെ കുറേ പൈശാച നിയമങ്ങൾ, പിന്നെ വിവാഹമോചനം, പിന്നെ പന്നിനെ തിന്നരുത്, അങ്ങനെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട്. പിന്നെ ശനിയാഴ്ച ദിവസം ശാബത്താണ്, അന്ന് നിങ്ങൾ പണിയെടുക്കാൻ പാടില്ല. നിങ്ങളുടെ കർത്താവായ ദൈവവും അന്ന് പണിയെടുത്തിട്ടില്ല, 6 ദിവസം പണിയെടുത്തത്, 7ാം ദിവസം വിശ്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ യഹൂദമതം നിലവിൽ വന്നു. ഇത് 1500 വർഷം മുമ്പ് മോസസ് പുസ്തകം എഴുതുന്നതിലൂടെ അവർക്ക് മതഗ്രന്ഥമായി. പിന്നീട് ഒരു 1000 വർഷം കഴിയുമ്പോൾ
മീക്ക, ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ ഒരു പ്രവാചകൻ്റെ പേരാണ് മീക്ക. അതിൻ്റെ സ്പെല്ലിങ് MICAH, അതാണ് സ്പെല്ലിങ്. നൗ ഈ പ്രവാചകനിലൂടെ ഒരു പ്രവചനം നടത്തണം. അതായത് യേശുവിന് മുമ്പ് 300-400 വർഷം മുമ്പുള്ളൂ ഈ മീക്ക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അന്നേരമൊക്കെ യഹൂദർ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. മനസ്സിലായോ? അവർക്ക് സ്വന്തം നാടില്ല. ഇതേപോലെ ഇസ്രായേൽ എന്ന് പറഞ്ഞ നാട് അങ്ങനെയില്ല. അന്നുള്ളത് ഗലീലിയ, സമരിയ, യൂദ, ഇങ്ങനെ 3 പ്രോവിൻസാണ്, 3 പ്രദേശങ്ങൾ. അപ്പോൾ അതിൽ അവരുടെ പള്ളി സിനഗോഗ് ഉള്ളത് ജെറുസലേമിലാണ്, അത് യൂദാദേശത്താണ്. അപ്പോൾ അതിനെ ആശ്രയിച്ച് അതിൻ്റെ ചുറ്റും പറ്റുമായിട്ട് ഇവർ യഹൂദർ കഴിയണേ. ഇവർ ആട്ടിടയന്മാരായിരുന്നു ഈ യഹൂദ, ഈ ട്രൈബ്സ്. അതായിരുന്നു ഇവരുടെ മെയിൻ പരിപാടി. അതിപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ക്ഷീരകർഷകരാണെന്ന് പറയില്ല, അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ മീക്കായുടെ ഇതിലൂടെ യഹോവ ഒരു പ്രവചനം നടത്തണം. യഹൂദരെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ രാജാവ്, യഹൂദരുടെ രാജാവ് ബെത്ലഹേമിൽ നിന്ന് വരും എന്ന് യഹോവ. യേശു തന്നെയാണല്ലോ യഹോവ. ഞാനും എൻ്റെ പിതാവും ഒന്നാവുന്നു. എന്നെ കാണുന്നവർ പിതാവിനെയാണ് കാണുന്നത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളിലും പിതാവ് എൻ്റെ ഉള്ളിലുമാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന യേശു തന്നെയാണ് യഹോവ. അപ്പോൾ യേശു തന്നെയാണ് പറയുന്നത് യഹൂദരോട് മീക്ക പ്രവാചകനിലൂടെ. എന്തെന്ന്? യഹൂദരുടെ രാജാവ്, മിശിഹ, അഭിഷിക്തൻ, ദി അനോയിൻറ്റഡ് വൺ, അയാൾ ബെത്ലഹേമിൽ നിന്ന് വരും എന്ന് പറയുന്നു. അപ്പോൾ അതും വിശ്വസിച്ച് അവർ കഴിയണേ. ബെത്ലഹേമിൽ നിന്ന് അവരുടെ രാജാവ് വരും, ഈ റോമാ സാമ്രാജ്യത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കും, അവർക്ക് ഇസ്രായേൽ രാജ്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ വിചാരിച്ച് കഴിയണം. അപ്പോൾ യേശു വരേണ്ടത് ബെത്ലഹേമിൽ നിന്നാണ്. പക്ഷേ യേശു വരുന്നത് ബെത്ലഹേം എന്ന് പറയുന്നത് യൂദാദേശത്താണ്. അല്പം ഇതിൻ്റെ ജിയോഗ്രഫി നിങ്ങൾ അറിഞ്ഞാലേ ബൈബിൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള എങ്കിലും ഒന്നുകൂടി പറഞ്ഞു. നമുക്കിപ്പോൾ ഈ ഇസ്രായേൽ അല്ല പാലസ്തീൻ എന്ന് പറയുന്നത് കേരളത്തോട് ഉപമിക്കാം. കേരളം എന്ന് പറഞ്ഞാൽ പണ്ട് 3 നാട്ടുരാജ്യങ്ങളായിരുന്നില്ലേ, 3 പ്രവിശ്യകളല്ലേ, അതായത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇസ്രായേലിനെ കാണാം. യൂദാദേശം, സമറിയാദേശം, ഗലീലി. യൂദാദേശത്താണ് ജെറുസലേം, ബെത്ലഹേം. അപ്പോൾ മീക്ക പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ചത് യൂദാദേശത്തുള്ള ബെത്ലഹേമിൽ നിന്ന് നിങ്ങളുടെ രാജാവ് വരുന്നത്. പക്ഷേ യേശു വരുന്നതാകട്ടെ യൂദാദേശം കടന്ന്, സമറിയ കടന്ന്, അതായത് തിരുവിതാംകൂർ കടന്ന്, കൊച്ചി കടന്ന്, കാസർഗോഡിൽ നിന്നാണ് യേശു വരുന്നത്. മനസ്സിലായോ? എന്നിട്ട് പറയണതാണ് തിരുവനന്തപുരം പൂജപ്പുര എന്ന് വരാൻ അവർ കാത്തിരിക്കുന്ന ആൾ യേശുവാണെന്ന് പറഞ്ഞത്. എന്ത് പൂജപ്പുരത്ത് നിന്ന് വരും, അല്ലെങ്കിൽ വെഞ്ഞാറമൂട്ടിൽ നിന്ന് വരും നിങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞിട്ട് കാസർഗോഡിൽ നിന്ന് ഒരുത്തം വന്നിട്ട് ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നറിയോ? ഇതാണ് ആ എല്ലാ പ്രശ്നത്തിൻ്റെ കോർ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നോക്കൂ, ഫിലിപ്പ് മെറ്റ് നഥനേൽ. ഫിലിപ്പ് നഥനേലിനെ കണ്ടു. യോഹന്നാൻ്റെ പുസ്തകം 1-ാം അധ്യായം. എന്നിട്ട് പറഞ്ഞു, വി ഹാവ് മെറ്റ് ഇൻ ക്രൈസ്റ്റ്. നമ്മുടെ തിരുവചനങ്ങൾ പറയുന്ന ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തി. അപ്പോൾ എങ്ങനെ പറഞ്ഞ ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി. നസ്രയനായ യേശു, അവനാണ് ക്രിസ്തു എന്നാണ് പറയണത്. നസ്രയനായ യേശു. നസ്രത്ത് എവിടെയാണ്? നസ്രത്ത് കാസർഗോഡിലാണ്, തിരുവനന്തപുരത്തല്ല. മനസ്സിലായോ? ബെത്ലഹേം എന്ന് പറയണത് തിരുവനന്തപുരത്താണ്, നസ്രത്ത് എന്ന് പറഞ്ഞാൽ കാസർഗോഡ്. ഇതാണ് ഡിഫറൻസ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമെന്ന് ഇവർ കാത്തിരിക്കണ ആൾ കാസർഗോഡിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ അത് പക്ഷേ ഇങ്ങനെ ഈ പ്രവാചകൻ ഇന്നത്തെ പോലെയല്ല. അന്ന് നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം. സാഹചര്യം, അന്നത്തെ സാഹചര്യം.
ഇന്ന് ബൈബിള് അച്ചടിച്ച് എല്ലാവർക്കും വിൽക്കുന്നുണ്ട്. അന്ന് അങ്ങനെയല്ല. അന്ന് ഈ ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് വെച്ചാൽ സ്ക്രോൾസാണ്, ചുരുളുകളാണ്. അത് ഇവരുടെ സുനഗോഗിൽ ഇത് വായിക്കണ ഒരു പീഠമുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവരും ഒന്നും ഇതായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. പിന്നെ ഈ ഫിലിപ്പും കൂട്ടരുമൊക്കെ, ഫിലിപ്പ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഇവന്മാരൊക്കെ മീൻപിടുത്തക്കാർ എവിടെ നിന്ന്? ഗലീലി കടൽ തീരത്തിലെ മീൻപിടുത്തക്കാരാണ്. ആ മീൻപിടുത്തക്കാർക്ക് സ്ക്രിപ്ചറായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്നത്തെ മീൻപിടുത്തക്കാർക്ക് സ്ക്രിപ്ചറായിട്ട് ബന്ധമുണ്ടോ? നമ്മുടെ നാട്ടിൽ മീൻപിടുത്തക്കാരുണ്ടല്ലോ, അവർക്ക് വേദങ്ങളോ പുരാണങ്ങളോ എന്തെങ്കിലും അറിയുമോ? അവരുടെ ലൈഫ് വേറെ, വിദ്യാഭ്യാസവും വളരെ കുറവായിരിക്കും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനൊരു റേസിസ്റ്റാണ്, അരയന്മാരെ വെറുക്കുന്ന ആളാണ്. എനിക്ക് അരയന്മാർ ധാരാളം സുഹൃത്തുക്കളുണ്ട്, നല്ല ചങ്ക് ബ്രോസ് ഉണ്ട് എനിക്ക്. ഓക്കെ, അതുകൊണ്ട് പറയണല്ല, ഒരു യാഥാർത്ഥ്യം പറയണേ. അപ്പോൾ ഇവർ യാതൊരു കാരണവശാലും ഇവർ അറിയാൻ പോണില്ല. അതായത് ബൈബിളിൽ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ, മീക്കയുടെ പുസ്തകത്തിൽ ചുരുളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്തെന്ന്? ബെത്ലഹേമിൽ നിന്നാണ് ക്രിസ്തു വരുന്നത്. യേശു ഗലീലിയിൽ നിന്ന് വന്നിട്ട് അവിടുത്തെ ആൾക്കാരെ താനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ഈ പിശാചിനെ ഓടിച്ച് കുറേ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് അവരെ പാട്ടിലാക്കി. മീൻപിടുത്തക്കാരെ ഒന്നും അറിയാൻ പാടില്ലാത്ത പാവങ്ങൾ. സ്വർഗരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് 2000 കൊല്ലം മുമ്പ് പറഞ്ഞേ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇപ്പോഴും വന്നിട്ടില്ല സ്വർഗരാജ്യം. അപ്പോൾ എന്ത് വലിയ കള്ളനായിരിക്കണം യേശു. ആലോചിച്ച് നോക്കും. യേശുവിനേക്കാളും വലിയൊരു നുണയനുണ്ടാവും. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യെസ്, ഐ എം കമ്മിങ് സൂൺ. ബൈബിൾ അവസാനിക്കണം എങ്ങനെയാണ്? ഇതാ ഞാൻ വേഗം വരുന്നു. 2000 കൊല്ലം മുമ്പ് പറഞ്ഞാണ് ഇതാ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ യേശു കള്ളനല്ലേ? അപ്പോൾ ബെത്ലഹേമിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന ആൾ നസറത്തിൽ നിന്നവനെ. പക്ഷേ അത് ഫിലിപ്പും കൂട്ടരൊക്കെ വിശ്വസിച്ച്. അവർക്കിതൊന്നും അറിയാൻ പാടുള്ളൂ. സ്ക്രിപ്ചർ സ്ക്രൈബ്സ് അല്ല അവർ, നിയമജ്ഞരല്ല അവർ. അവർക്ക് ഈ നിയമങ്ങളൊക്കെ, ഈ പഴയ നിയമമൊക്കെ പഠിച്ച ആൾക്കാരല്ല അവർ. സാധാരണ മീൻപിടുത്തക്കാരാണ്, സാധാരണ മനുഷ്യരാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫിലിപ്പ് നഥനേലിനോട് പറയുമ്പോൾ, പക്ഷെ നഥനേൽ മീൻപിടുത്തക്കാരനല്ല. നഥനേലിന് സ്ക്രിപ്ചർ അറിയാം. നഥനേലിൻ്റെ ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി, നസറായനായ യേശു എന്ന് പറയുമ്പോൾ നഥനേലിൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ക്യാൻ എനിത്തിങ് ഗുഡ് കം ഫ്രം നാസറത്ത്? ഒറ്റ ചോദ്യം. നാസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? ആ നസറത്തിലുള്ള ആൾക്കാരൊക്കെ മോശക്കാരാണ്, ക്രിമിനൽസ് ആണെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെയല്ല. ക്രിസ്തു വരേണ്ടത് ബെത്ലഹേമിൽ നിന്നല്ലേ? പിന്നെ ഈ നസറത്തിൽ നിന്ന് വരുന്ന യേശുവാണ് ക്രിസ്തു എന്ന് നീ എന്നോട് പറഞ്ഞാൽ ഞാനതെങ്ങനെ വിശ്വസിക്കും? അപ്പോൾ തന്നെ പറയണേ കം ആൻഡ് സീ എന്ന് പറയണേ. ഇയാൾക്ക് മറുപടിയില്ല, ഫിലിപ്പിന് മറുപടിയില്ല ഈ ചോദ്യത്തിന്. അപ്പോൾ പറയണം, നീ വന്ന് കാണ്, നോക്ക്, നമ്മുടെ ക്രിസ്തുവിനൊന്ന് നോക്ക്, എന്നിട്ട് പറഞ്ഞേ. അപ്പോൾ തന്നെ രണ്ടുപേരും കൂടി പോണേ യേശുവിൻ്റെ അടുത്തോട്ട്. അപ്പോൾ യേശുവിൻ്റെ അടുത്തോട്ട് വരുന്നത് ആക്ച്വലി യേശുവിനോട് ചോദിക്കാനാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ക്രിസ്തുവാണെന്നാണ്, പക്ഷേ ഞങ്ങളുടെ മതഗ്രന്ഥം പറയണത് ക്രിസ്തു വരുന്നത് ബെത്ലഹേമിൽ നിന്നാണല്ലോ, എന്താണ് നിങ്ങളിങ്ങനെ നുണ പറയുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നഥനേൽ പോകുന്നത്. പക്ഷേ യേശുവിന് ഇതൊക്കെ അറിയാം. നഥനേൽ യേശുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ യേശു നഥനേലിനെ പൊക്കി ആകാശത്തേക്ക് ഉയർത്തും. ഇതാ ഒരു ഇസ്രായേൽക്കാരൻ, ഇയാളിൽ യാതൊരു തിന്മയുമില്ല, യാതൊരു കാപഢ്യവും ഇല്ലാത്ത ഒരു ഇസ്രായേൽക്കാരൻ എന്ന് പറയണേ. അങ്ങനെ പറയണത് വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ്. കൗശലമാണ് യേശുവിൻ്റെ. വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നഥനേൽ വിഷയം മാറിപ്പോവും. ചോദിക്കാൻ വന്ന ചോദ്യം വിട്ടു. നഥനേൽ ചോദിക്കും, നിനക്ക് എന്നെ എങ്ങനെ അറിയാമെന്നൊക്കെ പറഞ്ഞ് വിഷയം മാറിപ്പോവും, സംസാരം മാറിപ്പോവും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതായത് നഥനേലിനോട് യേശു പറയണത്, ഇതാ ഒരു ഇസ്രായേൽ, ഹിയർ ഇസ് എ ഇസ്രായേലൈറ്റ് ഹു ഹാസ് നത്തിങ് റോങ് ഇൻ ഹിം. അതായത് ഒരു തെറ്റും ചെയ്യാത്തൊരു ഇസ്രായേൽക്കാരൻ, നീതിമാനായ ഒരു ഇസ്രായേൽക്കാരൻ ഇതാന്ന് പറയുന്നത്. അപ്പോൾ യേശുവിന് തെറ്റി. കാരണം ലൂക്കായുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ദർ ഇസ് നോ വൺ ഗുഡ്. ഈ ലോകത്തിലൊരു മനുഷ്യനും നല്ലവനല്ല, എൻ്റെ പിതാവ് മാത്രമാണ് നല്ലവൻ.
ദർ ഇസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് മൈ ഫാദർ, എക്സെപ്റ്റ് ഗോഡ്. അങ്ങനെ യേശു പറയുന്നുണ്ട്. അപ്പോൾ നല്ലവനല്ല എന്ന് പറയുമ്പോൾ യേശു തന്നെ പറയുന്നു നദനേൽ നല്ലവനാണെന്ന്. പൊട്ടിയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കള്ളങ്ങൾ മനസ്സിലാക്കണം. ഒരാളുടെ കള്ളം നമ്മൾ തിരിച്ചറിയണ അയാൾ സംസാരിക്കുമ്പോൾ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ടോ, അയാൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടോ, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവൻ നുണയനാണ്. ആ നുണയൻ്റെ പേരാണ് നസ്രയനായ യേശു. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ യേശു കൗശലം കൊണ്ട് ഇവരൊക്കെ വിശ്വസിപ്പിച്ചു. യേശു വേഗം വരും, എന്നിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും. യോഹന്നാൻ്റെ പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് യൂദാസിനെ പറഞ്ഞു വിടുമല്ലോ, നീ ചെയ്യാനിരിക്കുന്ന വേഗം പോയി ചെയ്യുമെന്നും പറഞ്ഞു വിടുമല്ലോ. അതിനുശേഷം യോഹന്നാൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്തെന്ന് യേശു പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പോകുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, ധാരാളം മുറികളുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് അവിടെ സൗകര്യം ശരിയാക്കിയിട്ട് തിരിച്ചു വന്ന് നിങ്ങളെയും ഞാനിരിക്കുന്നിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ്, അതായത് സ്വർഗത്തിലോട്ട്. ഞാനിപ്പോൾ പോണത് സ്വർഗത്തിൽ പോയിട്ട് എല്ലാം ഈ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തലേണറൊക്കെ മാറ്റി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളെയും കൊണ്ടുപോകാം എന്നാണ് യേശു പറയുന്നത്. എന്ത് കള്ളനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെയൊക്കെ താഴെ പറഞ്ഞറിയാം, ഇത് ഈ വചനത്തോട് ചേർത്ത് ഇത് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അതായത് ഇത് കള്ളമായിരുന്നെങ്കിൽ ഞാനീ പറയണത്, അതായത് തിരിച്ചു വന്നിട്ട് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ 5 സ്റ്റാർ ഹോട്ടലിൽ ധാരാളം മുറിയുണ്ട്, നിങ്ങളങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നത് കള്ളമായിരുന്നെങ്കിൽ, സത്യമല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അത് സത്യമല്ല. എന്തൊരു കള്ളത്തിനോട് നോക്കണേ. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറയണേ, എൻ്റെ അക്കൗണ്ടിൽ $1 ട്രില്യൺ ഉണ്ട്. 1 ട്രില്യൺ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു തള്ളു വിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു ഡയലോഗും കൂടി ചേർക്കണേ. എന്താണ് ആ ഡയലോഗ്? ഞാനീ പറയുന്നത്, അതായത് എൻ്റെ അക്കൗണ്ടിൽ $1 ട്രില്യൺ ഉണ്ടെന്ന് പറയുന്നത് കള്ളമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. പോരെ, തെളിവായില്ലേ? ഇതൊക്കെയാണ് യേശു എന്ന് പറയുന്ന കൗശലക്കാരനെ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇദ്ദേഹം ക്രിസ്തുമതം ഉണ്ടാക്കി. ആദ്യം എന്ത് ചെയ്ത്? ആദ്യം ഒരു 6 സെറ്റ് ആൾക്കാർ, 12 പേര്, ഈ 2 പേരായിട്ട് യേശു വിട്ടു ആൾക്കാരെ മാമോദീസ മുക്കാൻ, ക്രിസ്ത്യാനികളുണ്ടാക്കാൻ. അവർ തിരിച്ചു വന്ന് നല്ല ഫീഡ്ബാക്ക് കൊടുത്തു. അപ്പോൾ 72 പേരെ വിട്ടു. 72 പേരെ അവരും തിരിച്ചു വന്നു. അടിപൊളി, കമ്പനി ഓർഡറുണ്ട്. അങ്ങനെ യേശു ടെസ്റ്റ് നടത്തി, പരീക്ഷ നടത്തി, വിജയിച്ചു. പിന്നെ ഒടുക്കം ശിഷ്യന്മാരോട് പറയണം, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും, മത്തായിയുടെ പുസ്തകം 28-ാം അധ്യായം അവസാനത്തെ വാചകത്തിന് തൊട്ട് മുമ്പുള്ള വാചകം, സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് വേഴ്സ്. അപ്പോൾ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദീസ മുക്കുവിൻ, അപ്പോൾ ദെൻ ദ എൻഡ് വിൽ കം. മനസ്സിലായി? അങ്ങനെ ആ ഒരു ഡയലോഗ് വിശ്വസിച്ചുകൊണ്ട് ശിഷ്യന്മാർ പോയി, എല്ലായിടത്തും പോയി. ലോകം, നമ്മുടെ നാട്ടിലും വന്ന് തോമസ് ഭാരതത്തിൽ, ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണം യേശുവാണ്. മാത്രമല്ല പത്രോസിനോട് ഒരു കള്ളവും പറഞ്ഞു. അതാണ് കള്ളം. അതാണ് ഈ ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടാക്കുന്ന കള്ളങ്ങളിൻ്റെ രാജാവാണത്, കൗശലത്തിൻ്റെ രാജാവാണത്. കാരണം അവസാനം പത്രോസും യേശുവും കൂടി ഒരു സംഭാഷണമുണ്ട്. അപ്പോൾ അവിടെ യേശു പത്രോസിൻ്റെ ഭാവി പ്രവചിക്കും. നീ യുവാവായിരുന്നപ്പോൾ നീ നിൻ്റെ അരമുറുക്കി യഥേഷ്ടം നീ സഞ്ചരിച്ചിരുന്നു. എന്നാൽ നീ വൃദ്ധനാവുമ്പോൾ നീ നിൻ്റെ കൈകൾ മേലോട്ട് ഉയർത്തുകയും മറ്റു ചിലർ നിന്നെ ബന്ധിക്കുകയും നീ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. പത്രോസ് യേശുവിൻ്റെ പിന്നാലെ നടന്നത് എവിടെ പോകാനാണ്? സ്വർഗത്തിൽ പോകാൻ അല്ലേ? നിത്യജീവൻ്റെ വചനം നിൻ്റെ പക്കലല്ലേ ഉള്ളത് എന്ന് ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ
സ്വർഗത്തിൽ പോകാനാണ് യേശുവിൻ്റെ പിന്നാലെ നടന്നത്. പക്ഷേ യേശു പത്രോസിനോട് പറഞ്ഞെന്താ, നീ വയസ്സാകുമ്പോൾ നീ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നു. അതായത് നീ ചത്തു കഴിഞ്ഞാൽ നീ നരകത്തിൽ പോകുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? വാട്ട് എവർ. അപ്പോൾ പത്രോസ് ഇത് കേട്ടു. അടുത്ത സെൻറ്റൻസ് യോഹന്നാൻ്റെ പുസ്തകമുണ്ട്, അവസാന അധ്യായം. പത്രോസ് തിരിഞ്ഞു നോക്കി, 21-ാം അധ്യായം. അപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ അവരെ പിന്തുടരുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, ഇയാളുടെ കാര്യം എങ്ങനെ, അതായത് ഞാൻ വയസ്സാകുമ്പോൾ എന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലും എന്നുള്ള പറഞ്ഞു തന്നു, ഇയാളുടെ കാര്യം എങ്ങനെ? അപ്പോൾ യേശു പത്രോസിനൊരു ഡയലോഗാണ്, ഞാൻ തിരിച്ചു വരുവോളം ഇയാൾ ജീവനോടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് പത്രോസേ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് യേശു തിരിച്ചു വന്ന് ലോകാവസാനം എല്ലാത്തിനും സ്വർഗത്തേക്ക് കൊണ്ടുപോകണവരെയും യോഹന്നാൻ ജീവനോടെ ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത്. ഒന്നാമത്തെ കാര്യം, ഇതൊരു വലിയൊരു നുണയാണ്. എന്താണെന്ന് വെച്ചാൽ യേശുവിന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ പറ്റില്ല. കാരണം യേശു എപ്പോഴാണ് തിരിച്ചു വരണമെന്ന് യേശുവിന് അറിയില്ല. കാരണം ഇവർ ചോദിക്കുന്നുണ്ടല്ലോ, മത്തായിയുടെ പുസ്തകം 24-ാം അധ്യായം 2-ാം വാക്യമോ 3-ാം വാക്യമോ ഇവർ ചോദിക്കുന്നുണ്ടല്ലോ, ടെൽ us the date and hour of your second coming. എൻ്റെ രണ്ടാം വരവിൻ്റെ തീയതി മണിക്കൂർ ഞങ്ങളോട് പറയും. അപ്പോൾ യേശു പറഞ്ഞത്, ബട്ട് ദ ഡേറ്റ് ആൻഡ് അവർ, പക്ഷേ തീയതി മണിക്കൂറും സ്വർഗത്തിലെ മാലാഖമാർക്കറിയില്ല, എനിക്കും അറിയാൻ പാടില്ല, എൻ്റെ പിതാവിന് മാത്രം അറിയാം. ഒൺലി ദ ഗോഡ് നോസ്, ദൈവത്തിന് മാത്രം അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് യേശുവിന് അറിയാൻ പാടില്ല. പിന്നെ എന്തിനാണ് പത്രോസിനോട് ഞാൻ തിരിച്ചു വരുവോളം യോഹന്നാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്കെന്ത് എന്ന് പറയുന്ന കള്ളല്ലേ? അതിൻ്റെ ലക്ഷ്യം വേറെ അല്ലേ? അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വായിച്ചാൽ മതി. ദിസ് ഈസ് വൈ എ സ്റ്റോറി വെന്റ് എമംഗ് ദ ബ്രദറൻ ദാറ്റ് ദിസ് ഡിസൈപ്പിൾ വാസ് നോട്ട് ടു ഡൈ. യേശു ഇങ്ങനെ പറഞ്ഞതിനാലാണ്, ഇക്കാരണത്താലാണ് ശിഷ്യന്മാരുടെ ഇടയിൽ ഈ ശിഷ്യൻ മരിക്കയില്ല, അതായത് യോഹന്നാൻ മരിക്കയില്ല എന്നൊരു സംസാരം ഉണ്ടായത്, കഥ പടർന്നത്. എപ്പോഴാണ് അത് പടർന്നിരിക്കാൻ സാധ്യത? ഈ 12 പേരിൽ ഒരാൾ യൂദാസ്, അവൻ എന്തായാലും ഭ്രഷ്ടനായി. ബാക്കി 11 പേരുണ്ടല്ലോ, അതിൽ ആദ്യം ചാവണത് യോഹന്നാൻ്റെ സഹോദരൻ യാക്കോബാണ്. യാക്കോബിനെ വാളിനിരയാക്കി. ലൂക്കായുടെ 2-ാമത്തെ പുസ്തകം, അതായത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ, ഐ തിങ്ക് 7-ാം അധ്യായം, അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാക്കോബ് മരിച്ചു. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഒന്നിച്ചു കൂടും. ഒരു ശിഷ്യൻ മരിച്ചു, യേശു തിരിച്ചു വന്നിട്ടില്ല, നമ്മളെന്ത് ചെയ്യും? അപ്പോൾ പത്രോസ് എഴുന്നേറ്റ് സംസാരിക്കുന്നു. നോക്കൂ, നിങ്ങളോട് ഞാൻ പറയാത്തൊരു രഹസ്യമുണ്ട്. അത് യേശുവിനോട് പറഞ്ഞിട്ടുള്ള രഹസ്യം. എന്താ രഹസ്യം? യോഹന്നാൻ യേശു തിരിച്ചു വരുന്നത് വരെ ജീവനോടുണ്ടാവും. അങ്ങനെയാണ് ആ കഥ പടർന്നത്. മനസ്സിലായി? പക്ഷേ യോഹന്നാനെ യേശു കൊല്ലണത് അവസാനമാണ്. ബാക്കി എല്ലാവരും തട്ടിയിട്ടാണ് യോഹന്നാനെ തട്ടുന്നത്. അപ്പോൾ ഓരോരുത്തരും ചാവുമ്പോൾ യോഹന്നാൻ ജീവനോടുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും യേശു വന്നോളൂ. യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പ് വരാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ചതിയുടെ രാജാവാണ് യേശു ഞാൻ പറഞ്ഞത്. ഇതേപോലെ കൗശലക്കാരൻ, മനുഷ്യരെ കൊല്ലുന്ന കൗശലം, ആളെ കൊല്ലുന്ന കൗശലം, വെരി ഡേഞ്ചറസ്. അതാണ് യേശു. അങ്ങനെ ഇവരെല്ലാവരെയും കൊന്ന് ഇവരുടെ മുകളിൽ പള്ളിയും പണിത് ഓരോ ചർച്ച ഉണ്ടാക്കി. അങ്ങനെ ക്രിസ്തുമതം ഉണ്ടായി. കോൺസ്റ്റന്റൈൻ ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രഖ്യാപിച്ചു. അതോടുകൂടി റോമാ സാമ്രാജ്യം നശിച്ചു. റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ആവിർഭാവം, അതോടുകൂടി യൂറോപ്യന്മാരുടെ കഷ്ടകാലം തുടങ്ങി. ഇവിടെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ ഭയങ്കര അടിമകളാക്കി വെച്ച് കുറേ എണ്ണത്തിന് ചുട്ടരിച്ച് കൊന്ന് വത്തിക്കാൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കൊല്ലും പെണ്ണുങ്ങളെ. പിന്നെ കുറേ സയൻറ്റിസ്റ്റുകളെ എല്ലാവരെയും ഉപദ്രവിച്ച് ഒരുപാട് പേരെ ഈ ക്രിസ്ത്യൻ ചർച്ച്, കാത്തലിക് ചർച്ച് ദ്രോഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ IS ഒന്നും കാത്തലിക് ചർച്ചിൻ്റെ ഏഴകാലത്ത് വരില്ല. കാത്തലിക് ചർച്ച് ചെയ്തത്രയും ക്രൂരത പിശാച് പോലും നാണിച്ചു പോകുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെ 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ക്രിസ്തുമതം സ്ഥാപിതമായി. അത് കഴിഞ്ഞൊരു
ഒരു 8 ജനറേഷൻ തലമുറ കൂടി കഴിഞ്ഞ് അപ്പോൾ ക്രിസ്തുമതം ശരിക്കും പടർന്ന് പന്തലിച്ച്. അതുവരെ യഹൂദർ ക്രിസ്ത്യാനികളെ കൊല്ലണമായിരുന്നു. പിന്നെ ക്രിസ്തുമതം വലുതായപ്പോൾ യഹൂദർ ഓടാൻ തുടങ്ങി. യഹൂദരെ എവിടെ കണ്ടാലും കൊല്ലും. ദേ കിൽ ജീസസ്. അതാണ് കാരണം. അവരാണ് യേശുവിനെ കൊന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് യഹൂദരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വരണത്. ഇക്കാരണം കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക. യഹൂദരെ എല്ലായിടത്തും ചിഹ്നിച്ചേറി പോകാനുള്ള കാരണവും ഇതാണ്, ബൈബിളാണ്. അങ്ങനെ ഒരു 6-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ഈ ഗബ്രിയേൽ തന്നെ, ആദ്യം ഗബ്രിയേൽ പോയത് മറിയയുടെ അടുത്താണ്. എന്നിട്ട് പറയുന്നുണ്ട് ലൂക്കായുടെ പുസ്തകം 1-ാം അധ്യായം. അവിടെ പറയുന്നുണ്ട് എന്തെന്ന്, മറിയെ നീ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവപുത്രൻ, അല്ലെങ്കിൽ സൺ ഓഫ് ദി മോസ്റ്റ് ഹൈ, അത്യുന്നതൻ്റെ പുത്രൻ. അത്യുന്നതൻ ദൈവമല്ലേ? ഇനി ദൈവത്തിനേക്കാളും വലിയ ഉന്നതന്മാരാരെങ്കിലും ഉണ്ടോ? പക്ഷേ ആ പറയുന്ന വാക്കുകൾ പ്ലേസ് ചെയ്യണം എങ്ങനെയാണ് നോക്കൂ. ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അത്യുന്നതൻ്റെ പുത്രൻ ഇതിങ്ങനെ മൂക്കി പിടിച്ചാൽ മതി. ഇതിങ്ങനെ മൂക്കി പിടിക്കാൻ നോക്കും. മനസ്സിലായോ? അതിന് കാരണമുണ്ട്. ഈ തലയൊന്ന് ചൊറിയാൻ വേണ്ടിയിട്ടാണ് കൈ ഇങ്ങനെ പിന്നിലേക്ക് എടുത്തത്. മനസ്സിലായോ? എന്ന് പറയുന്ന പോലെ കൗശലത്തിൻ്റെ രാജാവാണ് ഈ ലൂക്കായുടെ പുസ്തകത്തിൽ മറിയോട് പറയുന്ന ഡയലോഗ്, ഹി വിൽ ബി കോൾഡ് സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊക്കെ കംപ്ലീറ്റ് കള്ളത്തരം. സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് സൺ ഓഫ് ദ മോസ്റ്റ് ഹൈ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഈ പറഞ്ഞ ഇതേ നാവുകൊണ്ട് തന്നെ ദൈവത്തിന് പുത്രന്മാരില്ല എന്ന് പറയാനുള്ളതാണ് ഗബ്രിയേൽ. മനസ്സിലായോ? അതാണ് മുഹമ്മദിനോട് പറയണത്. പിന്നീട് അങ്ങനെയാണ് ഇസ്ലാം ഉണ്ടാകുന്നത്. ഇസ്ലാം ഉണ്ടായപ്പോഴേക്കും ഈ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചു. അതായത് ക്രിസ്തുമതം വന്നപ്പോൾ ഞായറാഴ്ചയുള്ള യേശു ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ശാബത്തൊന്നും ഇനി പ്രശ്നമല്ല, നമുക്ക് ഞായറാഴ്ച ആക്കാം പുണ്യ ദിവസം എന്നും പറഞ്ഞ് ഞായറാഴ്ച, അങ്ങനെ ഞായറാഴ്ച ഹോളിഡേ ആവുന്നു. പക്ഷേ ഇസ്ലാം വന്നപ്പോഴേക്കും അത് വെള്ളിയാഴ്ച ആക്കി മാറ്റി, പിന്നെ മാറ്റി. പിന്നെ യഹൂദർക്ക് പന്നി തിന്നാൻ പാടില്ല. പക്ഷേ ക്രിസ്തുമതം വന്നപ്പോൾ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ 10 വേഴ്സ് 13, on it were all kinds of animals, birds and reptiles. മുകളിൽ നിന്നൊരു സാധനം താഴോട്ട് ഇറക്കി കൊടുക്കണേ പത്രോസിന് തിന്നാൻ വേണ്ടിയിട്ട്. പത്രോസ് വിശന്ന് തളർന്ന് കിടക്കണേ. അപ്പോൾ മുകളിൽ നിന്ന് ഒരു ടേബിള് വിത്ത് 4 കോർണേഴ്സ്, 4 മൂലയുള്ള ഒരു ടേബിള് താഴോട്ട് തന്നെ. ആ ടേബിളിൻ്റെ പുറത്ത് ലോകത്തിലെ സകല മൃഗങ്ങളും സകല പക്ഷികളും സകല ഉരകങ്ങളും ഉണ്ടായിരുന്നു. എ വോയിസ് സെഡ് ഫ്രം ഹെവൻ. സ്വർഗത്തിൽ നിന്നൊരു വചനം, പത്രോസ് എഴുന്നേക്കടാ, കൊന്നു തിന്നടാ. സ്വർഗത്തിൽ നിന്ന് പറയണേ സകല മൃഗങ്ങളെയും പക്ഷികളെയും ഉരകങ്ങളെയും കൊന്നു തിന്നെ. പട്ടിനെ വരെ കൊന്നു തിന്നണം പറഞ്ഞു. പട്ടിനെ, പൂച്ചനെ, എലിനെ, തുരപ്പനെ ഒക്കെ ഇതിനെ കൊന്നു തിന്നണം പറഞ്ഞു. അതാണ് ക്രിസ്തുമതം. പക്ഷേ യഹൂദമതം അനുസരിച്ച് തിന്നുകൂടാത്ത അശുദ്ധമായ മൃഗങ്ങളുണ്ട്. ഇവിടെ എല്ലാം ശുദ്ധമാക്കി. അപ്പോൾ പത്രോസ് പറയും, അയ്യോ, പത്രോസ് നോക്കുമ്പോൾ പന്നിനെ കാണുന്നുള്ള ഈ ടേബിളിൽ എല്ലാ മൃഗങ്ങളും ഉണ്ടെന്നല്ല. അപ്പോൾ പത്രോസ് പറയും, അയ്യോ, അശുദ്ധമായതൊന്നും ഞാൻ കഴിക്കൂലെന്ന് പറയും. പത്രോസിനോട് എഴുന്നേറ്റ് തിന്നടാന്ന് പറയുമ്പോൾ, കൊന്നു തിന്നടാന്ന് പറയുമ്പോൾ പത്രോസ് പറയും, അശുദ്ധമായതൊന്നും ഞാൻ കഴിക്കില്ല. അപ്പോൾ ആ വോയിസ് പറയാനാണ് പത്രോസിനോട്, ദൈവം ശുദ്ധമാക്കിയത് അശുദ്ധമെന്ന് പറയല്ലേ പത്രോസേ. അപ്പോൾ ഇതേ ദൈവം തന്നെയല്ലേ പന്നി അശുദ്ധമാണെന്ന് പറഞ്ഞു. പിന്നെ ക്രിസ്തുമതം പുതിയ മതമുള്ള പുതിയ റൂൾസ് വേണ്ടേ. അപ്പോൾ പന്നി ഓക്കെ. പിന്നെ ഇസ്ലാം വന്നപ്പോഴേക്കും പന്നി വീണ്ടും ബാൻ ചെയ്തു. പന്നി തിന്നാൻ പാടില്ലെന്നായി. ഇതെന്താണെന്നറിയോ ഏറ്റവും വലിയ പ്രശ്നം? ഇതെല്ലാം പറയുന്നത് ഒരേ ദൈവം തന്നെ. അപ്പോൾ ഇത് ദൈവമാണോ പിശാചാണോ? ഈ യഹൂദമതവും ക്രിസ്തുമതവും ഇസ്ലാമും കൊണ്ട് മനുഷ്യർ തമ്മിൽ തല്ലി ചാവണല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട്? ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ മതങ്ങളുണ്ടായത്. പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഇപ്പോൾ തന്നെ 29 മിനിറ്റായി. പറഞ്ഞു തീരില്ല. ഒരുപാട് പറയാനുണ്ട്. ഇനിയും ഞാൻ പറയാം, ഇനിയും പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക, മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്, ജയ് ശ്രീറാം.